അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമളാൻ മാസം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. റമളാനിൽ പ്രധാനമായും അതിനുവേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പ് റമളാനിൽ കാരണത്തോടുകൂടിയോ അല്ലാതെയോ നമുക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത റമളാൻ വരുന്നതിന് മുമ്പ് ആ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അഥവാ ഖളാ ഉണ്ടായിരിക്കെ ഒരു റമളാൻ വരുന്നത് വരെ ഖളാ വീട്ടാതെ മറ്റൊരു റമളാൻ കഴിഞ്ഞാൽ പിന്നീട് ഖളാ വീട്ടലും അതോടൊപ്പം ഒരു നോമ്പിന് ഒരു മുദ്ദ് 800 മില്ലി ലിറ്റർ മിസ്കിന്മാർക്ക് എന്താക്കണം, ധർമ്മം ചെയ്യുകയും വേണം, ഭക്ഷണം കൊടുക്കുകയും വേണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു അശുദ്ധി മൂലം ഒരു സ്ത്രീക്ക് ഒരു റമളാനിൽ ഏകദേശം ഒരു 7 ദിവസം നോമ്പ് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത റമളാൻ വരുന്നത് വരെ അവർക്ക് ഖളാ വീട്ടാനുള്ള സൗകര്യമുണ്ടായിരിക്കെ ഖളാ വീട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഖളാ വീട്ടുന്നതോടൊപ്പം 7 മുദ്ദ് കൊടുക്കണം. ഈ 7 നോമ്പ് അവർ പിന്നെയും ഖളാ വീട്ടാതെ അതങ്ങനെ കാലങ്ങളോളം പെൻഡിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ ചുരുങ്ങിയതൊരു 10 വർഷമായി കഴിഞ്ഞാൽ ഈ 10 വർഷത്തിനും 7 മുദ്ദ് ഇരട്ടിയായിക്കൊണ്ട് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരാൾക്കൊരു 10 നോമ്പ് ഖളാ ആവുകയും പിന്നീട് മരണം വരെ സൗകര്യം ഉണ്ടായിട്ടും ഖളാ വീട്ടാതെ അതങ്ങനെ ബാക്കിയായി പോവുകയും അയാൾ മരണപ്പെടുകയും ചെയ്താൽ അയാളുടെ ബാക്കി സ്വത്തിൽ നിന്ന് ആദ്യമായി അള്ളാഹുവിൻ്റെ ഹക്കായിരിക്കുന്ന ആ വർഷങ്ങൾ എത്ര പിന്നിട്ടു എന്നതനുസരിച്ച് അവരുടെ മുദ്ദുകൾ വർദ്ധിക്കുകയും അത് കൊടുത്തു വീട്ടുകയും ചെയ്യണം. നോമ്പൊരിക്കലും വർഷങ്ങൾ പിന്നിടുന്നതിനനുസരിച്ച് കൂടുന്നില്ലെങ്കിലും മുദ്ദ് കൂടിപ്പോവുകയും അത് കൊടുത്തു വീട്ടൽ നിർബന്ധമാവുകയും ചെയ്യും എന്നാണ് മസ്അല. മരണപ്പെട്ടാലൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.